ഇന്ത്യയിലെ പെൺകുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജ്വലിക്കുന്ന ഓർമ്മയായി 2 പതിറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും ബഹിരാകാശ രംഗത്ത് തീരാ നോവായി മാറിയ കൽപ്പന ചൗള. ഹരിയാനയിലെ കർണാലിൽ ബനാർസി ലാൽ ചൗളയുടെയും സഞ്ജോക്തിയുടെയും മകളായി 1962 കൽപ്പനയുടെ ജനനം. പഠിക്കാൻ മിടുക്കിയായിരുന്ന അവളെ ഒരു ഡോക്ടറാക്കാൻ ആഗ്രഹിച്ചിരുന്ന മാതാപിതാക്കൾക്ക് മുന്നിൽ തന്റെ സ്വപ്നങ്ങൾ അതിനു മുകളിലാണെന്ന് പറഞ്ഞ് ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രയത്നിച്ച പെൺകുട്ടി ഒടുവിൽ ബഹിരാകാശം വരെ കീഴടക്കി ഇന്ത്യക്ക് അഭിമാനമാവുകയും ചെയ്തു. താൻ ജനിച്ചതും ചിന്തിച്ചതും ജീവിച്ചതും ബഹിരാകാശത്തിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ കൽപ്പന ഒടുവിൽ മരണപ്പെട്ടതും ആ സ്വപ്നങ്ങൾക്കിടയിൽ തന്നെ എന്നതാണ് കാലത്തിന്റെ വിരോധാഭാസം. ആദ്യ സ്പേസ് യാത്രയുടെ വിജയം കൊടുത്ത ആത്മവിശ്വാസത്തിലായിരിക്കണം കൽപ്പന തന്റെ 2ാം ദൗത്യത്തിനായി 2003 ജനുവരി 16 കൊളംബിയ സ്പേസ് ഷട്ടിൽ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാവുക. നിശ്ചയിച്ച പ്രകാരം മിഷൻ പൂർത്തിയാക്കി ഫെബ്രുവരി 1 7 ശാസ്ത്രജ്ഞരടക്കമുള്ള സംഘം ഭൂമിയിലേക്കുള്ള തിരിച്ചുവരവിന് 16 മിനിറ്റ് ബാക്കി നിൽക്കെയാണ് സ്പേസ് ഷട്ടിൽ ഒരു തീഗോളമായി മാറിയത്. ലോകം സ്തംഭിച്ചു പോയ നിമിഷം. വിക്ഷേപണത്തിൽ തന്നെ വ്യക്തമായ തകരാറ് പല എഞ്ചിനീയർമാരും ചൂണ്ടിക്കാട്ടിയെങ്കിലും ക്രൂവിനെ അറിയിക്കാനോ അറ്റകുറ്റപ്പണി നടത്താനോ നാസ അന്ന് തയ്യാറായിരുന്നില്ല. ചരിത്രത്തിന്റെ കറുത്ത അധ്യായമായ കൊളംബിയ ഡിസാസ്റ്ററെ മായ്ക്കാൻ കൽപ്പന ചൗളയുടെ പേരിൽ ബഹിരാകാശ വാഹനത്തിന് പേര് നൽകിയെങ്കിലും കാലം എത്ര കഴിഞ്ഞാലും ഒരു ചെറിയ അനാസ്ഥ കൊണ്ട് കർമ്മരംഗത്ത് പൊളിഞ്ഞുപോയ പ്രതിഭയെ ഒരിക്കലും ആ സ്മാരകം കൊണ്ട് നിർവചിക്കാനാകില്ല.